2026 ലോകകപ്പിൽ സഹ ആതിഥേയരായ കാനഡയ്ക്ക് സമനിലയോടെ തുടക്കം. ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന തങ്ങളുടെ ആദ്യ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശക്തരായ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയോടെയാണ് കാനഡ 1-1 എന്ന സ്കോറിന് സമനില പാലിച്ചത്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷമാണ് രണ്ടാം പകുതിയിൽ കാനഡ ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തിയത്. ലോകകപ്പ് ചരിത്രത്തിൽ കാനഡ നേടുന്ന ഏറ്റവും ആദ്യത്തെ പോയിന്റ് കൂടിയാണിത്. മത്സരത്തിന്റെ തുടക്കത്തിൽ ബോസ്നിയയാണ് കളി നിയന്ത്രിച്ചത്. അതിന്റെ ഫലമായി 21-ാം മിനിറ്റിൽ തന്നെ അവർ ലീഡെടുത്തു. സെയാദ് കൊലാസ്നിക് നൽകിയ മികച്ചൊരു അസിസ്റ്റിൽ നിന്നും ജോവോ ലൂക്കിച്ച് ഹെഡറിലൂടെ കാനഡയുടെ വല കുലുക്കുകയായിരുന്നു. ഒരു ഗോൾ വഴങ്ങിയതോടെ ഉണർന്നു കളിച്ച കാനഡ ബോസ്നിയൻ പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ഗോൾ മടക്കാനായില്ല. രണ്ടാം പകുതിയിൽ കാനഡ കോച്ച് ജസി മാഷ് നടത്തിയ തന്ത്രപരമായ മാറ്റങ്ങളാണ് കളി തിരിക്കാനുണ്ടായ കാരണം. സൂപ്പർ താരം അൽഫോൺസോ ഡേവിസിനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്താതിരുന്ന കാനഡ നിരയിലേക്ക് 76-ാം മിനിറ്റിലാണ് സിറിൽ ലാരിൻ പകരക്കാരനായി എത്തുന്നത്. മൈതാനത്തിറങ്ങി കൃത്യം 2 മിനിറ്റിനുള്ളിൽ ലാരിൻ കാനഡയുടെ രക്ഷകനായി മാറി. 78-ാം മിനിറ്റിൽ പ്രോമിസ് ഡേവിസിന്റെ പാസ് സ്വീകരിച്ച് ലാരിൻ ബോസ്നിയൻ വലയിലേക്ക് പന്ത് പായിച്ചതോടെ ടൊറന്റോ സ്റ്റേഡിയം ആവേശക്കടലായി മാറി. ഈ സമനിലയോടെ ലോകകപ്പ് ടൂർണമെന്റുകളിൽ കാനഡയുടെ തുടർച്ചയായ 6 മത്സരങ്ങളുടെ പരാജയ കുതിപ്പിന് വിരാമമായി. ഗ്രൂപ്പ് ബിയിൽ കാനഡയും ബോസ്നിയയും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. കാനഡയുടെ മധ്യനിര താരം ഇസ്മായിൽ കോനെയാണ് മത്സരത്തിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗ്രൂപ്പിലെ അടുത്ത മത്സരങ്ങളിൽ ഇരു ടീമുകളും ഖത്തർ, സ്വിറ്റ്സർലാൻഡ് എന്നിവരെ നേരിടും. കൂടുതൽ വേൾഡ് കപ്പ് വാർത്തകൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ uknewsmalayalam.com സന്ദർശിക്കുക.